കൃഷി ചെയ്യുന്നത്? അത് ഗ്രോ ബാഗ് അങ്ങനെ ചെയ്യാൻ പറ്റും? കേടില്ലാതെ പച്ചമുളക് നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കില്ല എങ്ങനെയാണ് എന്ന് കൂട്ടുകാരൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എങ്ങനെയാണ് പച്ചമുളക് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത്? ആദ്യം നമുക്ക് ഗ്രോ ബാഗ് ആണ്. അപ്പോൾ ആ ഗ്രോ ബാഗിൽ എങ്ങനെയാണ് നമുക്ക് പോട്ടിംഗ് മിശ്രം നടത്തേണ്ടത്, അതിനുശേഷം എങ്ങനെയാണ് തൈ നടത്തേണ്ടത് തുടങ്ങിയ ഓരോ കാര്യങ്ങളും ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളെ പറഞ്ഞു തരാറ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എങ്ങനെയാണ് ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നത് നമുക്ക് ശ്രദ്ധിച്ച് കാണാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഗ്രോ ബാഗ് 20x20 ഇപ്പോൾ ഈ 20x20 ഗ്രോ ബാഗ് എടുക്കാനുള്ള പ്രധാന കാരണം നമുക്കൊരു 3 വർഷമെങ്കിലും ഈ മുളകിൻ്റെ തൈ നമ്മുടെ ഗ്രോ ബാഗ് ഉണ്ടാകണം, നമ്മുടെ വീട്ടിലുണ്ടാകണം. ഒന്നാമത് നമുക്ക് സ്ഥലമില്ല. നമ്മുടെ ടെറസിലായാലും അതേപോലെ ബാൽക്കണിയിലായാലും നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തായാലും നമ്മൾ ചെടി നട്ടു കഴിഞ്ഞാൽ അതൊരു മിനിമം 3 വർഷമെങ്കിലും കിട്ടും. അതുകൊണ്ടാണ് 20x20 ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതാണ് പോട്ടിംഗ് മിശ്രിതം. ഞാൻ 20 ദിവസം മുമ്പ് ഇത് മണ്ണ്, നമുക്ക് 9 ദിവസം മതി. 20 ദിവസം മുമ്പ് ഇതാണ് മണ്ണും അതുപോലെ തന്നെ കുമ്മായോട് കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമ്മൾ സാധാരണ 9 ദിവസം കഴിഞ്ഞാൽ മതി. ഈ 9 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഈ മണ്ണിൽ അതിൻ്റെ പുഴുപ്പൊക്കെ മാറി വേഗത്തൊക്കെ കൃത്യമായി വരത്തക്ക രീതിയിൽ നമുക്ക് ഈ പോട്ടിംഗ് മിശ്രിതം ഇതാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചകിരിച്ചോറ്, ഈ ചകിരിച്ചോറ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കളഞ്ഞ ചകിരിച്ചോറാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചകിരിച്ചോറ് മിക്സ് ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് ചാണകപ്പൊടി ഇടുകയാണ്. അപ്പോൾ ചാണകപ്പൊടി നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ കട്ടയൊക്കെ പൊടിച്ച് നല്ല വൃത്തിയായിരിക്കണേ. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വേപ്പിണ്ണാക്ക് ചേർക്കുകയാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ എല്ലുപൊടിയാണ്. അപ്പം എല്ലുപൊടിയൊക്കെ നമുക്ക് കീടബാധ വരാതിരിക്കാൻ വേണ്ടി എല്ലുപൊടിയും അടിവളമായിട്ട് വേപ്പിണ്ണാക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ചെടികൾക്ക് വേരോട്ടം നന്നായിട്ട് ഉണ്ടാവുമേ. അപ്പോൾ ഇത് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഓരോന്നും നമ്മൾ വ്യക്തമായ ഒരു എല്ലാം പൊടിച്ച് നല്ല ഭംഗിയാക്കി ഇതൊന്നും വരാതെ കല്ലും എല്ലാം മാറ്റിയിട്ട് നമ്മൾ എല്ലാം ഭംഗിയാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രോ ബാഗിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രോ ബാഗ് എടുത്തു, അതിൻ്റെ എല്ലാ വശവും നമ്മൾ നോക്കി അതിന് വെള്ളം പോലെ ദ്വാരമുണ്ട് അതെല്ലാം നോക്കിയതിന് ശേഷം നമ്മൾ ഒരു പിടി നമ്മുടെ പോട്ടിംഗ് മിശ്രിതം ഗ്രോ ബാഗിൻ്റെ അടിയിൽ നമ്മൾ ഇടുക. ഇനി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചവറാണ് ഇത്, നമ്മൾ ഇല കൂട്ടിയിട്ടിട്ട് ആ ഇല പൊഴിഞ്ഞിട്ടുള്ള ചവറാണ്. നമ്മുടെ ഈ ചെടികളുടെ വേര് നന്നായി തോടാൻ വേണ്ടി ഇത് നമ്മൾ അല്പം അടിയിൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. മാത്രമല്ല ഒരുപാട് ജലം നമുക്ക് താഴെ കൂടി പോകാതിരിക്കാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കുന്നതാണ് ഈ നമ്മുടെ ഈ ഇലകൾ. അപ്പം വീണ്ടും നമ്മൾ കുറച്ചുകൂടി പോട്ടിംഗ് മിശ്രിതം ഇടുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ കുറച്ച് ഇലകൾ ഇടുന്നു. വളരെ പൊടിഞ്ഞ ഇലകളാണ്. ഇതിൻ്റെ വേരോട്ടം നന്നായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. ഇപ്പം നോക്കി, ഈ ഗ്രോ ബാഗിൻ്റെ 3/4 ഭാഗമേ നമ്മൾ നടത്തിയിട്ടുള്ളൂ. ഈ നമ്മൾ മൊത്തം ഇത് ഗ്രോ ബാഗിൽ നടത്തി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വളപ്രയോഗവും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ ഭയങ്കര പ്രയാസമാകും. അതുകൊണ്ട് നമ്മളൊരു 3/4 ഭാഗം, ഇത് ഇപ്പോൾ കുടിച്ച 3/4 ഭാഗമായി, ഈ 3/4 ഭാഗം മാത്രമേ നമ്മൾ നടക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഞാൻ നേരത്തെ പാകി മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു മുളകിൻ്റെ തൈയുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ശ്രദ്ധിക്കണേ, ഞാൻ ഈ ഡിസ്പോസൽ ഗ്ലാസിനകത്താണ് ഈ മുളകിൻ്റെ തൈ ഞാൻ നട്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ വേര് ഇതിൻ്റെ അടിയിൽ കൂടി തന്നെ താഴേക്ക് വരും. വേണമെങ്കിൽ നമുക്കിത് പൊളിക്കാം. ഞാനിപ്പോൾ തൽക്കാലം പൊളിക്കുന്നുണ്ട്. നമ്മൾ പാകി കിളിപ്പിച്ച മുളകിൻ്റെ തൈ 2 ഇലയാവുമ്പം ഇതേപോലെ ഒരു ഡിസ്പോസൽ ഗ്ലാസ്സിലേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഈ തൈയെ വെയിലത്ത് വാടി പോകില്ല, ഉണങ്ങി പോകില്ല, വേര് ഒന്നും ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകില്ല. അത് നമ്മൾ കൃത്യമായിട്ട് ഈ മുളകിൻ്റെ തൈ നമുക്ക് ഇവിടെ നമുക്ക് ഫിറ്റ് ചെയ്ത് വെക്കാം. കൂട്ടുകാർ നോക്കിയേ, ഇപ്പം ഈ മുളകിൻ്റെ തൈ അറിഞ്ഞിട്ട് പോലും ഇല്ല. ഗ്ലാസ്സിൽ നിന്ന് മാറി ഗ്രോ ബാഗിലേക്ക് ഞാൻ വന്ന കാര്യം അവർ അറിഞ്ഞിട്ട് പോലും ഇല്ല. അപ്പം ഇനി അവർക്ക് ഡയറക്റ്റായിട്ട് വളങ്ങൾ അവർക്ക് വലിക്കാനുള്ള സംവിധാനം.
ഇനി ഞാൻ ചെയ്യുന്ന മറ്റൊരു കാര്യം കൂടി അതോടുകൂടി ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടി കൂടി ഞാൻ ഇലകൾ, പൊരിഞ്ഞ ഇലകൾ ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ ചെയ്തു. ഇത് പൊതയിടുവാന്ന് പറയും. അപ്പോൾ ഈ പൊതയിട്ട് കഴിഞ്ഞാൽ സൂര്യപ്രകാശം നമുക്ക് അധികമായിട്ട് ഏൽക്കുകയില്ല, മാത്രമല്ല ജലനഷ്ടം നമുക്ക് ഉണ്ടാവുകയില്ല. അപ്പോൾ ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അപ്പം ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ ഒരു 15 ദിവസം മുമ്പ് നട്ട മുളകിൻ്റെ ഇപ്പോഴത്തെ അതിൻ്റെ വളർച്ചയും കാര്യങ്ങളാണ്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞാനിപ്പോൾ അന്ന് നേരത്തെ കാണിച്ച ചെടിയില്ലേ, ഇപ്പോൾ 20 ദിവസമായി ഞാൻ ഈ ചെടി നട്ടിട്ട്. മുളകൻ ചെടി കണ്ടോ, നല്ല ഗ്രോത്തിൽ വളർന്നു വരുന്നു കേട്ടോ. ഒരു കേടൊന്നും ഇല്ലാതെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നട്ടതിന് ശേഷം നമ്മൾ പിന്നെ അതിൽ ഒരു ചെറിയൊരു വളപ്രയോഗമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം, എങ്ങനെയാണ് വളരെ ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് നമുക്കിതിനെ പരിചരിക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടണോട് കൂടി നിങ്ങൾ അമർത്തുക. അപ്പം ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, നല്ല നല്ല മനോഹരമായിട്ട് നമ്മുടെ മുളകിൻ്റെ തൈ കായ്ച്ചു നിൽക്കണമല്ലേ, കണ്ടോ, നല്ല മനോഹരമായിട്ട്. ഈ വളരെ ചെറുപ്പത്തിൽ തന്നെ കായ്ച്ചു. നമ്മൾ നട്ട് എനിക്ക് തോന്നുന്നു ഒരു 60 ദിവസം പോലും ആയില്ല, അതിന് മുമ്പ് തന്നെ നല്ല മനോഹരമായിട്ട് നല്ല വലിപ്പത്തിൽ യാതൊരു കേടുപാടും ഇല്ലാതെ എന്തോരം മുളക് കായ്ച്ചിരിക്കുന്നത് നോക്കി. അപ്പം നമുക്ക് മനസ്സ് വെച്ചാൽ നമ്മുടെ ടെറസിലായാലും നമ്മുടെ വീട്ടിലെ മുറ്റത്തായാലും നമുക്ക് സ്ഥലമൊന്നുമല്ല വേണ്ടത്, നമുക്ക് മനസ്സാണ് വേണ്ടത്. നമുക്കൊരു പച്ചമുളകിൻ്റെ തൈ നമുക്ക് നട്ട് നമുക്ക് ഈ വിഷമില്ലാത്ത ഒരു പച്ചമുളക് പറിക്കണമെന്നും അത് നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കണമെന്നും നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വളരെ മനോഹരമായ ദൂരം വലിപ്പത്തിലുള്ള പച്ചമുളക് നമുക്കുണ്ടാകുന്നതൊക്കെ. അപ്പം എല്ലാവരും നമ്മൾ ഈ പച്ചമുളക് കിട്ടുക. അത് മാത്രമല്ല, ഗ്രോ ബാഗിൽ ഞാൻ ചെയ്തിരിക്കണല്ലേ, ഇത് പൊതിയിടുക എന്ന് പറയും. നമ്മുടെ കരിയില, നമ്മൾ മിക്സൊക്കെ അടിച്ച് വരുന്ന ഈ കരിയില നമുക്കിതിൻ്റെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ വളരെ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടി ഈ ഇല ഇട്ടില്ലെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം ശരിക്കും ഉണങ്ങിപ്പോവും. നമ്മൾ അതെല്ലാം കൊണ്ട് കൂടി ഇടയ്ക്കിടയ്ക്ക് 15 ദിവസം കൂടുമ്പം വേരോട്ടം വരാൻ വേണ്ടി നമ്മൾ ചെയ്യണം. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വെള്ളം ആണെങ്കിൽ കുറച്ച് മതി. എപ്പോഴും നനവ് നമ്മുടെ പച്ചമുളകിൻ്റെ ചുവട്ടിൽ നിൽക്കും. ഓക്കെ, താങ്ക് യു. എങ്ങനെയാണ് ചെടി നടുന്നതിനെ പറ്റിയും ഗ്രോ ബാഗ് നടക്കുന്നതിനെ പറ്റിയും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. പക്ഷേ എങ്ങനെയാണ് ഇതിൻ്റെ കീടബാധ കളയേണ്ടത്, എന്താണ് നമ്മൾ ഈ മുളക് ചെടി കൊടുക്കേണ്ട വളപ്രയോഗം എന്താണ്, അത് മാത്രം ഞാൻ പറഞ്ഞിട്ടില്ല. അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകൾ, അതേപോലെ തന്നെ പഴത്തിൻ്റെ തൊലികൾ, കോഴിമുട്ട അതിൻ്റെ തോട്, ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, ഇതെല്ലാം പുറത്തേക്ക് നമ്മൾ വലിച്ചെറിയുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും, ഇതെല്ലാം ഒരു പാത്രത്തിനകത്ത് ശേഖരിച്ച് വെച്ച് അല്പം കഞ്ഞിവെള്ളം ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മിക്സി അല്ല, എനിക്ക് 2 മിക്സി ഉണ്ട്. അപ്പം ഈ പച്ചക്കറിക്ക് വേണ്ടി മാത്രം ഞാൻ ഈ ഒരു പഴയ മിക്സി ഞാൻ എടുത്തിരിക്കുകയാണ്. അത് ഞാൻ എന്ത് ചെയ്യും, ഇതെല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് നന്നായിട്ട് ഞാൻ അടിച്ച് ചേർത്ത് ഇതാ കേട്ടോ നല്ല കുഴമ്പ് പരുവത്തിലാക്കി ഇതിങ്ങനെ എടുക്കും. ഇനി ഇത് ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ പഴയ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളത്തിലാക്കി ഇത് ഒഴിച്ച് വെക്കും. 3 ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ ഞാൻ 3 ഇരട്ടി വെള്ളം ചേർത്ത് പച്ചക്കറിയുടെ ചുവട്ടി ഒഴിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇലകളിൽ തളിക്കും. അപ്പോൾ ഒരു കീടബാധയും വരില്ല. മാത്രമല്ല ഈ പച്ചമുളകിൻ്റെ തൈകൾ നന്നായിട്ട് പൂക്കാനും കായ്ക്കാനും പൊട്ടാസ്യം, ഈ പഴത്തിൻ്റെ തൊലിക്കൊന്നും ധാരാളം കാൽസ്യത്തിൻ്റെ അളവും പൊട്ടാസ്യത്തിൻ്റെ ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിൽ 1-2 പച്ചക്കറി തൈ, അത് പ്രത്യേകിച്ച് പച്ചമുളകിൻ്റെ തൈയിൽ നട്ട് അതിൻ്റെ വിളവെടുത്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക.